السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. Wisdom World Pre-School Network മൈമൻ അക്കാഡമി ഇതിരെ ആശ്രയത്തിൽ കഴിഞ്ഞ വർഷം നടന്നങ്ങനത്തെ തൻസീൽ ഖുർആൻ ക്ലാസ്സിലെ ഈ വർഷത്തെ ഒരു ക്ലാസ് ഐറ്റിക്കലൂടെ തുടങ്ങുകയുണ്ട്. അൽഹംദുലില്ലാ, പവിത്രമായ റമദാൻ തിങ്കൾക്കു പ്രവേശിക്കുകയും രണ്ടാമത്തെ നോമ്പ് സ്റ്റാർട്ടാക്കുകയും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന അൽഹംദുലില്ലാ വലിയൊരു ഭാഗ്യയിട്ടിക്കർ. ഈ റമദാൻ തിങ്കളുടെ അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് പരിചയാക്കി തന്റെ എങ്ങനെ ചൊന്നെങ്കിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ തിങ്കള് അത് അല്ലാഹു തആല ഖുർആന്റെ ഇറക്കി അങ്ങനത്തെ ഖുർആന്റെ വിടുകടാക്കി അങ്ങനത്തെ ഒരു തിങ്കളായിട്ടിക്കിറിട്ട് അല്ലാഹു തആല ഇതിനെ പരിചയാക്കി തന്നിട്ടുള്ള. അപ്പൊ ഈ റമദാൻ തിങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വവും ഇത്രയും വലിയ പോരിശവും ഇത്രയും വലിയ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുകയുള്ള കാരണം ആയിട്ടിക്കർ അല്ലാഹു തആല നമുക്ക് ഇവിടെ പഠിപ്പാട്ട്. റമദാൻ ചൊല്ലത് അത് ഖുർആന്റെ തിങ്കളായിട്ടിക്കർ, അഥവാ ഖുർആൻ അല്ലാഹു തആല വിടുകടാക്കി അല്ലെങ്കിൽ അതിരെ ആൽമാർക്ക് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അതിരെ ഓപ്പൺ ആക്കി കൊടുത്തങ്ങനത്തെ ഒരു തിങ്കളായിട്ടിക്കർ. അതുകൊണ്ടേറ്റിക്കർ ഈ റമദാന്റെ ഇത്രയും അല്ലാഹു തആല പല നിലക്കുള്ള ഇബാദത്തുകളെ കൊണ്ടും പല നിലക്കുള്ള അമാലുകളെ കൊണ്ട് അല്ലാഹു തആല ധന്യമാക്കി. അപ്പൊ ഈ റമദാനില് ഖുർആനുമായിട്ട് യാറെ ബന്ധം ഉണ്ടാക്കടെ, ഖുർആന്റെ നമുക്ക് അവിടെ രൂപത്തിലല്ല ഓതരെ അതിരെ പഠിക്കടേ ചൊല്ലത് ഞങ്ങളൊരു വലിയ കർത്തവ്യേറ്റിക്കർ. ആ നിലക്കായിട്ടിക്കർ ഈ ക്ലാസ് കൂടെ നടക്കടെ. അല്ലാഹു തആല ഈ ക്ലാസ് എടുക്കുകയും അതിനെ നല്ല പോലെ കേൾക്കുകയും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ. സൂറത്ത് യാസീൻ ആയിട്ടിക്കർ ഞങ്ങൾ അവിടെ സ്റ്റാർട്ടാക്കുക പോണ്ട്. എപ്പോഴും സാധാരണ ഞങ്ങൾ ഓതരങ്ങനത്തെ വലിയൊരു മഹത്വകാണ്ഡങ്ങനത്തെ ഒരു സൂറത്തായിട്ടിക്കർ സൂറത്ത് യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടതായിട്ട് കാണ്ട് ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ. പ്രതിയൊരു വസ്തുക്കു അതിലെ ഒരു ഹൃദയ ഭാഗ ചൊന്നിട്ടൊന്നു. അത് ജീവമുള്ള ജീവിങ്ങ കൂട്ടു മാത്രല്ല, ജീവ ഇല്ലാത്തങ്ങനത്തെ നിർജീവമായിട്ടുള്ള ഏതൊരു വസ്തുവാവട്ടെ അതിലൊരു ഹൃദയ ഭാഗ ഹൃദയ ചൊന്നിട്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗ ചൊന്നിട്ട് അത് കിക്കിട്. ആ നിലക്ക് നോക്കുമ്പോ ഖുർആന്റെ ഖൽബ്, ഖുർആന്റെ ഹാർട്ട് ചൊല്ലത്, ഹൃദയ ചൊല്ലത് അത് യാസീൻ ആയിട്ടിക്കിറിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിട്ടുണ്ട്. സാധാരണ ഏതൊരു വസ്തുവിനെ ഞങ്ങൾ ചൊല്ലണ്ടെങ്കും ഒരു ഉദാഹരണക്ക് ഒരു മൊബൈൽ എതിരെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ഞങ്ങൾ ചൊല്ല, ഇത് ഈ മൊബൈലിന്റെ ഹാർട്ട് ആയിട്ട് കയറി, ഇത് പോയെങ്കിൽ ഈ മൊബൈലല്ല കംപ്ലീറ്റ് ആയിട്ട് പോകണ്ടു. അല്ലെ ഒരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറെ ഹാർട്ട് ചെന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഞങ്ങൾ വിശേഷിപ്പിക്കട, അത് ഇല്ലാണ്ടെങ്കിൽ അതൊക്കെ കമ്പ്യൂട്ടറെ ഇല്ലാത്ത പോലെ ആവും. എന്നതുപോലെ സൂറത്ത് യാസീനായിട്ട് കയറി ഖുർആന്റെ ഖൽബ്, ഖുർആന്റെ ഹൃദയ. അപ്പൊ ഖുർആന്റെ എല്ലാ കാര്യങ്ങൾ ഒരു ഹൃദയ ചൊല്ലത് സാധാരണ ഒരു ശരീരത്തിലാവട്ടെ ഏതൊരു സംഗതിക്കാവട്ടെ അതിന്റെ ഹൃദയ ഭാഗ ചൊല്ലത് അത് ഇല്ലാണ്ടെങ്കിൽ കംപ്ലീറ്റ് നിഷ്ക്രിയാവും, ഞങ്ങളുടെ ശരീരമേ നിഷ്ക്രിയാവും. ആ ഹൃദയത്തിൽ നിന്നായിട്ട് ബാക്കിയുള്ള ജാഗത്തുകല്ല വേണായങ്ങനത്തെ രക്തവും പോഷകാംശങ്ങള സഞ്ചാറാവുന്നതും അവിടെ വന്നിട്ടേറ്റിക്കർ പല കാര്യങ്ങൾ ശരീരത്തെ പല കാര്യങ്ങൾ നടക്കണേ. എന്നതുപോലെ ഖുർആനില് അല്ലാഹു തആല പഠിപ്പാട്ടി തന്നങ്ങനത്തെ എത്രമാ ആശയം കൊണ്ട് എത്രമാ വിഷയം കൊണ്ട് അതിലെല്ലാത്തെ ഒരു കേന്ദ്ര എന്ന രൂപത്തിൽ നമുക്ക് ചൊല്ലുകാവിടെ അങ്ങനത്തെ ഒരു സൂറത്തേറ്റിക്ക് ഒരു സൂറത്ത് യാസീൻ. എങ്ങനെയാണ് ഖുർആന്റെ ഒരു ഖൽബാവുടേത് മഹാന്മാർ വിശദീകരിക്കാൻ. ഖുർആനിൽ ഞങ്ങൾ ടോട്ടലായിട്ട് നോക്കണുണ്ടെങ്കിൽ ഖുർആന്റെ എല്ലാ വിഷയത്തെ ഒന്ന് ഞങ്ങൾ ഷോർട്ട് ആക്കണുണ്ടെങ്കിൽ ഖുർആനിൽ 3 വിഷയത്തിക്ക് അല്ലാഹു തആല മനുഷ്യന്മാരായ നമുക്ക് അല്ലാഹു തആല പഠിപ്പാട്ടി തന്റെ.
പ്രധാനമായിട്ട് 3 വിഷയമായിട്ട്. ഒന്ന് തൗഹീദ് ചൊല്ലെ ഒരു വിഷയ, അതായത് അല്ലാഹു തആല മാത്രമായിട്ടിക്കറ നിങ്ങളെ ഇലാഹ്, നിങ്ങ ഇബാദത്താക്കുണായ ഒരു ദേവറായിട്ട്, ഒരു ഇലാഹായിട്ട് അല്ലാഹു തആല മാത്രമായിട്ടിക്കറ, വേറൊന്നും ഇലാഹില്ല, ഒരു ഇലാഹും ഇല്ല, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല. അള്ളാഹുഗു ആറും ശരീക്കായിട്ട് അവനുഗു സമാനമായിട്ട് ആറും ഇല്ല ചൊല്ല ഒരു വിശ്വാസ, ഒരു ನಂಬಿಕೆ ഉണ്ടല്ലോ, ഒരു തൗഹീദര ನಂಬಿಕೆ. അതായിട്ടിക്കർ പ്രധാനമായിട്ട് ഖുർആൻ അല്ലാഹു തആല ഒരു വിഷയമായിട്ട് പഠിപ്പാട്ടുന്നുണ്ട് അല്ലെ. പല ആയത്തിലായിട്ട് അല്ലാഹു തആല നിരന്തരമായിട്ട് ഗടിഗടിയായിട്ട് അല്ലാഹു തആല ഞങ്ങളുടെ ചൊന്തണ്ടങ്ങനത്തെ ഒരു വിഷയത്തിക്കർ തൗഹീദര വിഷയം. അതില് ഒരു കളങ്കവും ಬರುಗುತ್ತೀರ. വേറൊരു ವಸ್ತುರಟ್ಟಿಗೆ ಅಲ್ಲಾಹು ತಾಲಟಿಗೆ ಕಾಟ್ರ ಮುಂತಂಗಂತೆ ഒരു ആരാധനാ മനോഭാವ, ഇബാദത്ര ഒരു മനോഭാവ വേറൊരു വസ്തുക വേറൊരു വ്യക്തിക ഒന്നുകും കാട്ടുകില്ല. അത് അല്ലാഹു താലട്ട മാത്രമായിട്ട്. അതുപോലെ പിന്നൊരു വിഷയത്തിക്കർ അല്ലാഹു താല ഖുർആനിൽ പഠിപ്പാട്ടി തന്റെ റിസാലത്ത് ചൊല്ല ഒരു വിഷയ, അതായത് എത്ര അല്ലാഹു താലയുടെ നങ്ങു ഗുർത്താക്കി തറകുബേനായിട്ട്, അല്ലെങ്കിൽ അല്ലാഹു താലയുടെ നങ്ങു പരിചയപ്പെടുത്തി തറകുബേനായിട്ട് ഇഷ്ടം പോലെ ധാരാളമായിട്ടുള്ള അങ്ങനത്തെ മുർസലീങ്ങളെ റസൂലിങ്ങളെ അല്ലാഹു താല നമുക്ക് കടത്തി തന്നറ. അതിൽ അവസാനമായിട്ട് ബന്ധങ്ങനത്തെ റസൂലായിട്ടിക്കറ്, അല്ലെങ്കിൽ അവസാനമായിട്ട് ബന്ധങ്ങനത്തെ നമുക്ക് ബന്ധങ്ങനത്തെ നബിയായിട്ടിക്കറ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. അപ്പൊ ആ നബി തങ്ങവും അടക്കമുള്ളങ്ങനത്തെ ബാക്കി ബന്ധങ്ങനത്തെ എല്ലാ മുർസലീങ് അങ്ങെല്ലാരും റസൂലായിട്ടിന്നാറ് അല്ലാഹു താല അങ്ങനെ കൂടെ റസൂലായിട്ട് അല്ലാഹു താലയുടെ പരിചയപ്പെടുത്തി തറകു. അല്ലാഹു താല ഞങ്ങളെ കൊണ്ടിട്ട് എന്തെല്ലാം ആക്കുപാട്ടൊക്കെ ഉദ്ദേശിച്ചിറ അതെല്ലാം ആ വിഷയെല്ലാം നമുക്ക് എത്തുപാട്ടി തറകുബേനായിട്ട് കുറെ റസൂലുമാരെ അമ്പിയാക്കന്മാർ അല്ലാഹു താല നിശ്ചയിച്ചിറ എന്നൊരു ആശയത്തെ അല്ലാഹു താല ഗടിഗടില് ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. ചില ആൾമാർ ചിലപ്പോ തൗഹീദരെ വിശ്വസിക്കുക, ചിലപ്പോ റെഡിക്കുവാർ അല്ലാഹു താല ഏക്കനാണ്, അല്ലാഹു താല വർത്തനവില്ലേ, അവണ്ടട്ടവരു ശരീക്കുമില്ല, അവനുകു പാർട്ട്ണറായിട്ട് ആറുമില്ലാണ്ട് വിശ്വസിക്കുക റെഡിയുള്ള അങ്ങനത്തെ ചില ആൾമാർ. പക്ഷെ അങ്ങ റസൂൽ റിസാലത്ര ചിലപ്പോ അംഗീകരിക്കാല്. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അല്ലാഹു താലയുടെ ഒരു റസൂലായിട്ടിക്കറ്, അല്ലാഹു താല വിഷയത്ത് പാട്ടുകളിലൊക്കെ വേണട്ട് നിയമക്കാക്കി അങ്ങനത്തെ ഒരു ആലയിട്ടിക്കറി ചെന്നിട്ട് അംഗീകരിക്കുക ചിലപ്പോ ചില ആൾമാർക്ക് സാധിച്ചു കൊള്ളിട്ടില്ല, ചില ആൾമാർ അതൊക്കെ റെഡി ആവണിട്ടില്ല. അപ്പൊ റിസാലത്ത് ചൊല്ലത് ഒരു പ്രധാനപ്പെട്ട ഖുർആന്റെ ഒരു വിഷയത്തിക്കറ്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ ഇഷ്ടം പോലെയായിട്ട് അല്ലാഹു താല ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടിയതാണ്ട്. പിന്നെ ഒരു ഖുർആന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു വിഷയ, അത് യൗമുൽ ആഖിറ അല്ലെങ്കിൽ യൗമുൽ ഖിയാമ. ഈ ഞങ്ങൾ ഇപ്പൊ ജീവിച്ചോട്ടുള്ള അങ്ങനത്തെ ഒരു ലോക അല്ലാണ്ടെ ഇതല്ലാണ്ടെ ഒരു വേറൊരു പരലോക ചെന്നിട്ടൊന്നുണ്ട്. ഈ ലോകത്തില് ജീവിക്കിടെ ചൊല്ലത്, ഈ ലോകത്തിലെ ജീവിക്കിടെ, ഈ ലോകത്തിലെ ഞങ്ങൾക്ക് വേണായതല്ല സുഖിച്ച് ആസ്വദിക്കിടെ ചൊല്ലത് മാത്രല്ല ഞങ്ങളെ ലക്ഷ്യ. ഇതല്ലാത്തൊരു ലോകത്തിലായിട്ടിക്കറ് ഞങ്ങളെ പ്രധാനപ്പെട്ട ജീവിതമില്ലേ, അവിടെ ഇട്ടിക്കറ് ഞങ്ങളെ എല്ലാം ഇല്ലേ, അവിടെ വേനായിട്ടാണ് ഞങ്ങൾ ജീവിച്ചോണ്ടില്ലേ ചൊല്ല ഒരു വിശ്വാസം, ഒരു നമ്പിക്കെ അതിരെ പഠിപ്പാട്ടതായിട്ടിക്കറ് ഖുർആന്റെ മൂന്നാമത്തെ വിഷയ അൽ യൗമുൽ ആഖിറ, പരലോക ചൊല്ല വിശ്വാസ. അപ്പൊ ഈ 3 വിഷയങ്ങളാണ് അല്ലാഹു തആല ഖുർആനില് ടോട്ടലായിട്ട് നമുക്ക് പഠിപ്പാട്ടി തന്നെ. ഏതേ ഖുർആന്റെ ആയത്തെടുത്ത് നോക്കിയെങ്കിലും ഈ 3 വിഷയത്തിലായിട്ട് നമുക്ക് അതിനെ ഇൻക്ലൂഡ് ആക്കുക. ആ നിലക്ക് നോക്കുമ്പോൾ സൂറത്തു യാസീനില് ഇല്ലങ്ങനത്തെ വിഷയ ഈ 3 വിഷയമേറ്റിക്ക്. സൂറത്ത് യാസീന്റെ എല്ലാ ആയത്തിനും ഏതൊരു ആയത്തെടുത്ത് നോക്കിയെങ്കിലും അത് ഈ 3 ആശയത്തിലായിട്ട് ഇതിരെ പ്രധാനപ്പെട്ട വിഷയമായിട്ടിക്കർ, ഈ ഒരു പ്രധാനപ്പെട്ട ആശയം ആയിട്ടിക്കർ സൂറത്ത് യാസീനിൽ അല്ലാഹു തആല നമ്മൾ പഠിപ്പാട്ടി തന്നെ. അതിലെ സ്റ്റാർട്ടിങ്ങിൽ അല്ലാഹു തആല ചൊല്ലമെന്തരെ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയെ, ഈ ഖുർആൻ സാക്ഷിയായിട്ടിക്കറ് നിങ്ങ മുർസലീങ്ങളിൽ പെട്ടാലായിട്ടിക്കിടാറ്, നിങ്ങ റസൂലായിട്ടിക്കിടാറ്. അപ്പൊ ഫസ്റ്റിಗೆ അല്ലാഹു തആല വിഷയ ചൊല്ലമേ റിസാലത്ര ಬಗ್ಗೆ ഇട്ടിക്കറ് അല്ലാഹു തആല മുണ്ടേ. പിന്നെ തുടർന്നുള്ള പല ആയത്തുകളിൽ അല്ലാഹു തആല തൗഹീദിന്റെ വിഷയ ചൊന്നിട്ടില്ല. ഷെയ്ത്താന്റെ നിങ്ങൾ ആരാധനാക്കണ്ട, നന്റെ മാത്രം നിങ്ങ ഇബാദത്താക്കുറുണ്ട് നിങ്ങളുടെ ചൊന്നിട്ടില്ല അല്ലാഹു തആല കേട്ടോണ്ടില്ല. പിന്നെ കുറെ ആയത്തുകളില് ആഖിറത്തെ വിഷയം അല്ലാഹു തആല ചൊന്നിട്ടില്ല, സ്വർഗ നരക്കത്തെ വിഷയം അല്ലാഹു തആല ചൊന്നിട്ടില്ല. ഇങ്ങനെ യാസീന്റെ ടോട്ടൽ വിഷയം ഈ 3 വിഷയത്തിക്കറ്. അപ്പൊ ഈ 3 വിഷയങ്ങൾ പ്രധാനമായിട്ട് വിഷയമായിട്ട് ഒരു
ചർച്ചയിട്ട് എടുത്തങ്ങനത്തെ ഒരു സൂറത്തായത് കൊണ്ടിട്ട് ഈ സൂറത്തുക്ക് ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയ ചൊന്നിട്ടു ഇതിരെ വിശേഷിപ്പിക്കുക ഉണ്ടു മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടി കണ്ടാറ്. അപ്പൊ അല്ലാഹു തആല ഈ സൂറത്തിലെ സ്റ്റാർട്ട് ആക്കടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം لتنذر قوما ما أنذر آباؤهم فهم غافلون بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ഞങ്ങൾ കഴിഞ്ഞ വർഷം വിശദമായിട്ട് ഞങ്ങൾ വിശദീകരിച്ചില്ല. റഹ്മാനും റഹീമുമായ ഇങ്ങനത്തെ അല്ലാഹു തആലയുടെ എല്ലാ പേരുകളെ ബർക്കത്തെടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാ പേരുടെ സഹായ എടുത്തുകൊണ്ടെന്നാണ് ശുരുവാക്കടെ, നാണ് തുടങ്ങടെ എന്നായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു അർത്ഥം. യാസീൻ, ഈ ഒരു ആയത്ത് സാധാരണ ഞങ്ങൾക്ക് പല ഇങ്ങനത്തെ ഒരു രണ്ടക്ഷരമുള്ള മൂന്നക്ഷരമുള്ള അങ്ങനത്തെ പല ആയത്തുകൾ സൂറത്തിലെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണുക. രണ്ടാമത്തെ സൂറത്തേറ്റിൽ ഉള്ള അങ്ങനത്തെ സൂറത്തുൽ ബഖറയുടെ സ്റ്റാർട്ടിങ് എന്തേ അലിഫ് ലാം മീം. ഇങ്ങനത്തെ ആയത്തുങ്ങൾക്ക് ഖുർആനിൽ ഇങ്ങനത്തെ പല ആയത്തുങ്ങൾ കാണുക. ഇതൊക്കെ അൽ ഹുറൂഫുൽ മുഖത്തആത്തായിട്ട് മഹാന്മാർ ഇതിരെ ചൊന്നരെ. അതായത് ഇതൊരു അർത്ഥമുള്ള അങ്ങനത്തെ പദങ്ങളല്ല. ഇത് സാധാരണ അറബി ഭാഷയിൽ ഒരു അർത്ഥമുള്ള അങ്ങനത്തെ പദങ്ങളല്ല. വെറും ലെറ്റർസ് മാത്രമേ ഇട്ടിക്കറ്, അക്ഷരങ്ങൾ മാത്രമേ ഇട്ടിക്കറ് ഇതിലുള്ളേ. അലിഫ് ലാം മീം ചൊല്ലതിൽ അലിഫ് ലാമു മീം ഈ അക്ഷരങ്ങൾ ഇട്ടിക്കറില്ലേ. യാസീൻ ചൊല്ലതിൽ യാ സീൻ അറബി അക്ഷരമാലയിൽ പണ്ടങ്ങനത്തെ അക്ഷരങ്ങൾ മാത്രമായിട്ടുള്ള അങ്ങനത്തെ അർത്ഥമില്ലാത്ത അങ്ങനത്തെ പദമായിട്ടിക്കറ്. അതെനിക്ക് സാധാരണ ഒരു ഭാഷയിൽ അർത്ഥമില്ലാത്ത അങ്ങനത്തെ പദമായിട്ടിക്കറ് ഇങ്ങനത്തെ പദങ്ങൾ. ഇത് അൽ ഹുറൂഫുൽ മുഖത്തആത്തായിട്ടാണ് ചൊല്ലി. ഇങ്ങനത്തെ പല പദങ്ങൾ ഖുർആന്റെ പല സൂറത്തിലെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമുക്ക് കാണുക. ഉദാഹരണക്ക് സൂറത്തു മറിയമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ അല്ലാഹു തആല ചൊല്ല കാഫ് ഹാ യാ ഐൻ സാദ്, അതുപോലെ ഹാമീം അലിഫ് ലാം മീം, ഇങ്ങനെ പല ആയത്തിന് നിങ്ങൾ ഓതിട്ടിക്കുവാറല്ലേ. അപ്പൊ ഇതിലുള്ള അർത്ഥം എന്തരേ, ഇതിരെ എന്തിനാണ് ഇത് ഇങ്ങനത്തെ അക്ഷരങ്ങ ചൊന്നരേ ചൊല്ല ಬಗ್ಗೆ മഹാന്മാർ വിശദമായിട്ട് ചർച്ചയാക്കിയതാണ്. അതായത് ഇതൊക്കെ എന്തറില്ല അർത്ഥമില്ല, ഇത് വെറും അക്ഷരങ്ങൾ മാത്രം. അലിഫ് ലാമു മീം, പിന്നെ ഹാ മീം ഹാ മീം ഓതുക, യാ സീൻ യാസീൻ ഓതുക, പിന്നെ കാഫ് ഹാ ഐൻ സ്വാദ് ഇതിൽ അങ്ങനെ ഒരു പ്രത്യേകമായ ശൈലിയിൽ ഓതുക. ഇതൊരു അർത്ഥമുള്ള പദങ്ങളല്ല. അതായത് ഞങ്ങൾ സാധാരണ ഇപ്പൊ എ ബി സി ഡി ചൊന്ന പോലെ എ ബി സി അല്ലെങ്കിൽ സി ഡി ഇ എന്ന് ചൊന്ന പോലെ ആയിട്ട് ഈ സി ഡി ഇ ചൊല്ലതിക്ക് എന്തെങ്കിലും അർത്ഥമില്ലല്ലേ. എ ബി സി ചൊല്ലയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാ. അതായത് അക്ഷരങ്ങൾ ഈ അക്ഷരക്കൂട്ടത്തിൽ എന്തില്ല, ഇതൊരു അർത്ഥമുള്ള പദങ്ങളല്ല. അപ്പൊ ഇത് ഖുർആനിൽ ഇങ്ങനത്തെ പദം എന്തിനാണ് ചൊന്നര് സാധാരണയായിട്ട് തഫ്സീർ മുഫസ്സിരീങ്ങ ഇതിരെ ഇങ്ങനത്തെ പദങ്ങൾ പറയുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അക്ഷരങ്ങൾ പറയുമ്പോ ഫസ്റ്റിಗೆ ചൊല്ല പലക്ക എന്തൊരു ചൊന്നെങ്കിൽ അല്ലാഹു അഅലമു ബിമുറാദിഹി, ഇത് കൊണ്ടുള്ള ഉദ്ദേശം എന്തരേ, ഇതിരെ യഥാർത്ഥ അർത്ഥം എന്തിനേണ്ടും ഇതിരെ യഥാർത്ഥ ഉദ്ദേശം എന്തിനേണ്ടും അള്ളാഹുഗു മാത്രമായിട്ട് ഗൊന്തുല്ലേ, അള്ളാഹുഗും റസൂലുഗു മാത്രമായിട്ട് ഗൊന്തുല്ലേ എന്ന് മുഫസ്സിരിങ്ങ ചൊല്ലതായിട്ട് കാണും. അതെ, ഇതിരെ യഥാർത്ഥ മാന നമുക്കൊന്നും പിടിയില്ല, ഇതിരെ യഥാർത്ഥ അർത്ഥം അള്ളാഹു മാത്രമായിട്ട് ഗൊന്തുല്ലേ. അതാണ് ഫസ്റ്റ് ഇതില് മുഫസ്സിരിങ്ങക്ക് ചൊല്ലപോലെ. ഇത് ചിലപ്പോ പിന്നെ വേറെ പല മുഫസ്സിരിങ്ങ വേറെ പല ഉലമാക്കൾ ഇതിന് പല നിലക്ക് വ്യാഖ്യാനാക്കിയുള്ള ചില ആൾമാർ ഇങ്ങനെ ഇതിന്റെ അർത്ഥം അള്ളാഹുക്ക് മാത്രം കൊന്തുല്ലെന്ന് ചൊന്നെങ്കിലും ചില ആൾമാർ ഇതൊക്കെ ഒരു ചാൻസ് ഉള്ള അങ്ങനത്തെ ഉറപ്പിച്ചു ചൊല്ലതല്ല, ഇത് ഈ ഒരു അർത്ഥത്തിക്ക് ചാൻസ് ഉണ്ട് ചൊന്നിട്ട് പല അർത്ഥങ്ങൾ ചൊന്നങ്ങുള്ള. ഇപ്പൊ ഉദാഹരണക്ക് അലിഫ് ലാം മീം എന്ന ആ അക്ഷരക്കൂട്ടത്തിക്ക് ചില ആൾമാർ ചൊന്നാറ് അലിഫ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കടെ അള്ളാഹുടെ ടിക്കറ്, അള്ളാഹുടെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് കയറി. ഞങ്ങൾ സാധാരണ ഒരു
പാസ്വേഡ് ഒരു ഷോർട്ട് ഫോം ഉണ്ടല്ലോ ചൊല്ലല്ലേ, അല്ലെ ഏതെങ്കിലും ഒന്നിട്ട് സൂചിപ്പിക്കുകയായിട്ട് പിന്നെ ഒരു ഷോർട്ട് അക്ഷരങ്ങമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ചൊന്നിട്ടിക്കറ്. അങ്ങനെ ആ രൂപത്തിൽ ഒരു ഷോർട്ട് ആയിട്ടിക്കറ് അള്ളാഹുടെ ഒരു ഷോർട്ട് ആയിട്ടിക്കറ് അലിഫു ലാമ് ജിബ്രീൽ അലൈഹിസ്സലാമുടെ ഒരു ഷോർട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമുടെ സൂചിപ്പിക്കുകയായിട്ടുള്ള ഒരു അക്ഷരമായിട്ടിക്കറുണ്ടും മീമു ചൊല്ലത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂചിപ്പിക്കുറുണ്ടും ചില ആൾമാർ ചൊന്നതാണ്. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ അത് അർത്ഥം എന്തിനാവുള്ളൂ, അള്ളാഹുടെ പലക്കങ്ങ അള്ളാഹുടെ കലാമുടെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തര അള്ളാഹു താല നബിത്വ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു എത്തുപാട്ടിയാണ്ട് ആ ഒരു നിലക്കാണ് അതിൽ അർത്ഥാക്കണായതിട്ട്, അല്ലെങ്കിൽ അതിൽ ആ രൂപത്തിൽ അർത്ഥാക്ക എന്ന് ചില ആൾമാർ ചൊന്നതാണ്. അതേപോലെ ഇവിടെ യാസീൻ ചൊല്ലോടെയും ചെമ്മത്തെ മഹാന്മാർ അള്ളാഹു ആലമു ബിമുറാദിഹി ബിദാലിക ഇതുകൊണ്ടുള്ള ഉദ്ദേശ എന്തിനായിട്ട് അള്ളാഹു താലക്ക് മാത്രം കുന്തുല്ലേട്ട് ചില ആൾമാർ ചൊന്നിട്ടിന്നെങ്കും വേറെ പല ആൾമാർ ചൊന്നാർ യാസീൻ ചൊല്ലത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പേരായിട്ടിക്കറ്. അപ്പൊ നബി തങ്ങളെ പേരെടുത്തിട്ട് അള്ളാഹു താല അവിടെ വിളിക്കുന്നതാണ് യാസീൻ, ഓ യാസീൻ ആയിട്ടുള്ള നബിയെ, ത്വാഹാണ്ടല്ല വിളിക്കില്ലേ എന്നതുപോലെ, അല്ലെങ്കിൽ യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് അള്ളാഹു താല നബി തങ്ങളെ വിളിച്ചില്ലേ എന്നതുപോലെ ഒരു ബിലിയാണ് ഇത് യാസീൻ ചൊല്ലത് എന്ന് ചില ആൾമാർ ചൊന്നാർ. ചില ആൾമാർ ചൊന്നാർ യാ ഇൻസാൻ, അതുകൊണ്ടുള്ള ഉദ്ദേശം യാ ഇൻസാൻ, ഓ മനുഷ്യ. വേറെ പല ആൾമാർ ചൊന്നാർ യാ ഉനൈസീൻ. യാ ഉനൈസീൻ ചൊല്ലതിരെ ഒരു അതിരെ അക്ഷരങ്ങൾ കുറെ അക്ഷരങ്ങള ഡിലീറ്റ് ആക്കിയിട്ട് അതിരെ ചെറിയതാക്കിയതായിട്ട് യാസീൻ ചൊല്ലതിട്ട് ചില ആൾമാർ ചൊന്നാർ. അപ്പൊ യാ ഉനൈസീൻ ചൊന്നെന്തരെ, ഓ കുഞ്ഞു മനുഷ്യ. അള്ളാഹു താല പിർസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചതായിട്ട് യാ ഉനൈസീൻ, ഓ കുഞ്ഞു മനുഷ്യ എന്ന് പല നിലക്കും വ്യാഖ്യാനാക്കിയ ആൾമാരുള്ളാർ. അപ്പൊ ഏതായാലും അതില് നല്ല ഒരു നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു പിന്നെ നിലപാട് എന്താ വെച്ചെങ്കിൽ ഇതിരെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥ അള്ളാഹുവും റസൂലുകളും അല്ലാണ്ട് വേറെ കൊന്നില്ല. ഇത് ചിലപ്പോ അള്ളാഹുവും റസൂലിന്റെ ഇടയിൽ അങ്ങനെ ഇടയിൽ ഒരു പിന്നെ സീക്രട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പലക്കയിട്ടിക്കും ചിലപ്പോ, അല്ലെ ഇങ്ങനത്തെ ആയത്തുങ്ങ ഒരു ഹദീസിൽ കാണ്ട് ഇങ്ങനത്തെ ആയത്തുങ്ങ ഓതുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാം ഓതി കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നോണ്ടിട്ടുള്ള അലിംതു നാനദര മനസ്സിലാക്കിയുണ്ട്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്ര അർത്ഥയുടെ രൂപത്തില് അള്ളാഹു തആല അങ്ങനെ സംവിധാനിച്ച് വെച്ച് വ്യവസ്ഥയാക്കി വെച്ച് അങ്ങനത്തെ ചിലപ്പോൾ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആ രൂപത്തിലുള്ള ഒരു സീക്രട്ടായ ഒരു ഭാഷയായിട്ട് അത് നമുക്ക് അർത്ഥാവാൻ. അപ്പൊ യാസീൻ വൽ ഖുർആനിൽ ഹകീം, യാസീൻ എന്ന് ചൊന്നാൽ പിന്നെ അള്ളാഹു തആല ചൊല്ലെ വൽ ഖുർആനിൽ ഹകീം, ഹക്കീമായ ഖുർആൻ തന്നെയാണ് സത്യം. വൽ ഖുർആനിൽ ഹക്കീം ചൊന്ന അർത്ഥ ഹക്കീമായിട്ടുള്ള അങ്ങനത്തെ ഖുർആൻ തന്നെയാണ് സത്യം. ഹക്കീം ചൊന്നെങ്കിൽ എന്തിനായിട്ട് ഞാൻ അതിലർത്ഥ വിശദീകരിക്കുന്നത്, ഹക്കീമായിട്ടുള്ള ഖുർആൻ തന്നെയാണ് സത്യം. ഖുർആനായിട്ട് സാക്ഷി, ഖുർആൻ സാക്ഷി വെച്ചിട്ട് അള്ളാഹു തആല ചൊല്ലുന്നതേ ഇന്നക ലമിനൽ മുർസലീൻ, ഓ നബിയെ ഇന്നക നിശ്ചയമായിട്ടും നിങ്ങ ലമിനൽ മുർസലീൻ നിങ്ങ റസൂൽമാരിൽ പെട്ട ആൾമാരായിട്ട് കിടാറ്, മുർസലീങ്ങളിൽ പെട്ട ആൾമാരായിട്ട് കിടാറ്. അള്ളാഹു തആല നിയമക്കാക്കി അങ്ങനത്തെ മനുഷ്യന്മാർക്ക് ഹിദായത്തുക വേനായിട്ട് മനുഷ്യന്മാരെ ഹിദായത്തിലാക്കുക വേനായിട്ട് അള്ളാഹു തആല അപ്പോയിന്റ് ആക്കി അങ്ങനത്തെ ആൾമാർ കൂട്ടത്തിൽ പെട്ട ആളായിട്ട് കിടാറ്. അപ്പൊ അള്ളാഹു തആല യാസീൻ ചൊന്നാൽ പിന്നെ ഒരു ആണ ഇടതായിട്ടിക്കർ അള്ളാഹു തആല സത്യ ഇടറായിട്ടിക്കർ ചെമ്മ സത്യങ്ങ ആണങ്ങ നമുക്ക് ഖുർആനിൽ കാണുക. എന്തിനാണ് ആണയിട്ടേ ആണയിട്ട് ചൊല്ലുന്നത്, സാധാരണ ഞങ്ങളെ ഭാഷയിൽ ഞങ്ങൾ ഒരു വിഷയം ആണയിട്ട് ചൊല്ലെന്തിക്ക് ഒരു അത് ഞങ്ങൾ ചൊല്ല വിഷയ ഒന്ന് ഉറപ്പിക്കുകയായിട്ട് ചൊല്ല വിഷയത്തിക്ക് ഒരു ബല കിട്ടുകയായിട്ട് ഞങ്ങൾ സാധാരണ ആണയിട്ട് അല്ലെ. അള്ളാണ്ടാണ് നാണ് നീ കാക്കി തണ്ടേന്ന് ചിലപ്പോ ഞങ്ങൾ ചൊല്ല, അള്ളാണ്ടാണ് നാണ് നാളെ നാ ബണ്ടേ എന്ന രൂപത്തിലുള്ള ചൊല്ല അതൊരു ഞങ്ങ പിന്നെ ആരട്ടം ആ ചൊല്ല വിഷയ അല്ലെങ്കിൽ ഞങ്ങൾ ചൊല്ല വിഷയം തരാം അതൊന്ന് കൺഫേം ആക്കുകയായിട്ട് അല്ലെങ്കിൽ അതിരെ ഒന്ന് ഉറപ്പിക്കുക അല്ലെ അതൊക്കെ ഒരു ബലമായിട്ടായിട്ട് ഞങ്ങ ആണിട്ട് സാധാരണ ഇട്ടേ സത്യ ഇട്ടേ. അപ്പൊ സത്യ ചൊല്ലത് അവർ ആണ് ചൊല്ലത് ഞങ്ങൾ ചൊല്ല വിഷയத்துக்கு ഒരു പ്രൂഫ് കൂടി ഏറ്റിക്കരുത്. അതായത് ഇനി ചൊല്ലുക ഉദ്ദേശിക്കുന്ന വിഷയം തരേ അതൊക്കെ ഒരു പ്രൂഫായിട്ടാണ് ഞങ്ങൾ എന്താക്കട്ടെ ആണ് അല്ലെങ്കിൽ സത്യ ഇട്ടേ. അപ്പൊ അള്ളാഹു താലയോട് ചൊല്ലുക പോണ്ട വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നേരായിട്ടും ഒരു റസൂലായിട്ടിക്കറ് മുർസലീങ്ങളിൽ പെട്ടാലായിട്ടിക്കറുണ്ട്.
അത് അതിരെ ആണായിട്ട് ಅದಕ್ಕೆ സാക്ഷിയായിട്ട് അള്ളാഹു താല ചൊന്നിട്ടുള്ളേ ഈ ഖുർആനായിട്ടിക്കർ ಅದಕ್ಕೆ സാക്ഷി. ಈ ಪಲಕ ಚೊಲ್ಲುವು ಕಾರಣ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗ ದಅವತ್ತಾಕು ಬರ್ತಾಯಪ್ಪ ಅಂಡತ್ತ ಮುಶ್ರಿಕೀಂಗಲೆ ಎಡೆಲು ദഅവത്താಕು ಬರ್ತಾಯಪ್ಪ അങ്ങ അള്ളാഹുടെ അംഗീകരിക്കും അങ്ങ് തയ്യാറിന്നാർ. അള്ളാഹു താല വലിയൊരു ഏകനായിട്ടുള്ള ഒരു ദേവരായിട്ടിക്കറ അള്ളാഹു താല ഇലാഹായിട്ടിക്കറാണ്ട് അംഗീകരിക്കും അങ്ങ് തയ്യാറിന്നാർ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ റസൂലായിട്ടിക്കറിട്ട് അംഗീകരിക്കും അങ്ങ് തയ്യാറിന്നിട്ടില്ല. ലസ്ത മുർസല, നീ ഒരിക്കലും റസൂലാവും ചാൻസ് ഇല്ലാണ്ടാണ് അങ്ങ് നബി തങ്ങൾ ചെന്നോണ്ടിരുന്നത്. കാരണം നീന് അങ്ങനെ വലിയൊരു സമ്പത്തുള്ള ആളല്ല, വലിയൊരു പ്രസ്റ്റീജുള്ള പ്രതിഷ്ഠുള്ള ആളല്ല. അങ്ങനെ ഒരു റസൂലായിട്ട് പറകു മാത്രം നിന്നിട്ട് ക്വാളിറ്റീസ് അതുക്കുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ലാണ്ടാണ് അണ്ടത്തെ മുശ്രിക്കീങ് ആരോപ്പാക്കി. അപ്പൊ അള്ളാഹു താല നബിത്തങ്ങളെ റിസാലത്തിരെ അല്ലെങ്കിൽ നബിത്തങ്ങന്റെ റസൂലായിട്ടിക്കര് ചൊന്നിട്ടു അങ്ങനെ മൂന്നൊരു സമർത്ഥനാക്കുകയായിട്ട് അള്ളാഹു താല ചൊന്നിದ್ರೆ വൽ ഖുർആനിൽ ഹക്കീം, ഈ ഖുർആനെ നിങ്ങൾ നോക്കൂ. ನಾನು ആ നബിക്ക് കൊടുത്തോണ്ടില്ലങ്ങനത്തെ നബിക്ക് ചൊന്തു കൊടുത്തോണ്ടില്ലങ്ങനത്തെ ഖുർആന്റെ മേ നിങ്ങൾ നോക്കൂ. ആ ഖുർആനെ നോക്കി നിങ്ങൾ മനസ്സിലാവുടെന്തേ നബി തങ്ങ റസൂലായിട്ടിക്കറുണ്ട്, ഖുർആനായിട്ടിക്കർ സാക്ഷി ആണ് അള്ളാഹു താല ചൊന്നിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ റസൂലായിട്ടിക്കർ ചൊന്നിട്ട് അങ്ങലും ആൽമാറ് മുന്നಲು സമർത്ഥനാക്കുക അങ്ങനത്തെ ഒരു സാക്ഷി, ഒരു തെളിവ്, ഒരു പ്രൂഫ് എന്തൊരു ചൊന്നിങ് അത് ഖുർആനായിട്ടിക്കറുണ്ടാണ്. നിങ്ങൾ നോക്കൊരു അള്ളാഹു താല എത്രമാ അമ്പിയാക്കന്മാർ അള്ളാഹു താലയുടെ കടത്തിരല്ലേ. ആ അമ്പിയാക്കന്മാർക്കെല്ലാം അള്ളാഹു താല പല കിതാബും അള്ളാഹു താല ഇറക്കി കൊടുത്തറ. നമുക്ക് ഗുന്തുള്ളതുപോലെ ഖുർആൻ അല്ലാത്ത 3 പ്രധാനപ്പെട്ട ഗ്രന്ഥവും അതുപോലെ ചെറിയ ചെറിയ ഏടുങ്ങ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ആദം നബി അലൈഹി സ്വലാം പോലത്തെ നബിമാർക്ക് ചെറിയ ചെറിയ കിതാബുകൾ അള്ളാഹു താല കൊടുത്തിട്ടില്ല. അപ്പൊ അതില് അള്ളാഹു താല അങ്ങു ആൽമാർക്ക് എത്തുപാട്ടുനായ വിഷയമായിട്ടിക്കർ അള്ളാഹു താല അങ്ങ് അതിൽ പഠിപ്പാട്ടി കൊടുക്കട ആ കിതാബ്. അതേ ടൈമില് അങ്ങ ഒരു റസൂലായിട്ടിക്കിടാറ് യഥാർത്ഥത്തിൽ ഒരു നബി ആയിട്ടിക്കിറാറ് ചൊന്നിട്ടു ആൽമാറ മുന്നಲು അങ്ങ പ്രൂവ് ആക്കുക അല്ലെങ്കിൽ ആൽമാറ മുന്നಲು സമർത്ഥനാക്കുക അങ്ങു ಬೇರೆ മുഅ്ജിസത്ത് അള്ളാഹു താല കൊടുത്തോണ്ടിരുന്ന. ഉദാഹരണಕ್ಕೆ മൂസ നബി അലൈഹി സ്വലാമുಗು പല മുഅ്ജിസത്ത് അള്ളാഹു താല കൊടുത്തല്ലേ. ബടിയുടെ പാമ്പാക്കിടതും അതുപോലെ കൈ പ്രകാശിപ്പിക്കിടതും ഈ രൂപത്തിലുള്ള പല മുഅ്ജിസത്ത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമുഗു മരിച്ചങ്ങളെ ജീവിപ്പിക്കിടങ്ങനത്തെ മുഅ്ജിസത്ത്. ഇങ്ങനെ പല മുഅ്ജിസത്തുകളായിട്ടാണ് അള്ളാഹു താല ഈ മുഅ്ജിസത്തുകളെ കൊടുക്കേണ്ട ഉദ്ദേശം എന്തരെ, ഈ മുഅ്ജിസത്തുകളെ മുഖാന്തരായിട്ട് ആൽമാറ മുന്നಲು നാനൊരു റസൂലായിട്ടിക്കര ഒരു നബി ആയിട്ടിക്കരായിട്ട് അങ്ങോಗು പ്രൂവ് ആക്കുകയും അല്ലെങ്കിൽ ಅದರ സമർത്ഥനാക്കുകയും. അപ്പൊ അങ്ങോಗು ദഅവത്തുകളങ്ങനത്തെ ആൽമാർക്ക് വിഷയത്ത് പാട്ടുകളങ്ങനത്തെ ഒരു കിതാബു സെപ്പറേറ്റ് ആയിട്ട് അള്ളാഹു കൊടുത്ത, മുഅ്ജിസത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങളെ നബി അള്ളാഹു തആല ആൽമാർക്ക് വിഷയ പഠിപ്പാട്ടുകൾ കൊടുത്തങ്ങനത്തെ കിതാബ് അത് ഖുർആനായിട്ടിക്കര്. അതുപോലെ മുഅ്ജിസത്തായിട്ട് ആൽമാർ മുന്നൽ 400 നബിയായിട്ടിക്കരാണ്ട് സമർത്ഥനാക്കുകയില്ല അങ്ങനത്തെ ഒരു കാര്യമായിട്ട് അള്ളാഹു താല മുഅ്ജിസത്തായിട്ട് പ്രധാന മുഅ്ജിസത്തായിട്ട് അള്ളാഹു താല കൊടുത്തത് അതും ഖുർആനായിട്ടിക്കരുണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു താല ഇവിടെ ചൊന്നത് വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, ഖണ്ഡിതമായിട്ടും നിങ്ങൾ റസൂലായിട്ടിക്കിടാറുണ്ട്. എന്താണ് ഹക്കീമായ ഖുർആൻ? പല അർത്ഥങ്ങൾ മഹാന്മാർ ചൊന്നതായിട്ട് കാണും. ഹക്കീം ചൊന്നെങ്കിൽ ഹിക്മത്തുള്ളങ്ങനത്തെ, ഹിക്മത്ത് എന്ന് പറഞ്ഞങ്ങനത്തെ ഖുർആൻ, വിസ്ഡം എന്ന് പറഞ്ഞങ്ങനത്തെ ഖുർആൻ. ഖുർആൻ നോക്കൊരു ഏതൊരു മനുഷ്യ ആ ഖുർആന്റെ ഓതിരണ്ടെങ്കിൽ അവന്റെ ലൈഫുക അകത്തുള്ളങ്ങനത്തെ ഓരോരുത്തരുടെ ലൈഫുക അകത്തുള്ളങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഖുർആൻ ചൊന്നു കൊടുക്കുക അല്ലെ. വിസ്ഡം ചൊന്നെങ്കിൽ അതല്ലേ ഓരോരുത്തർക്കും അങ്ങനെ മനസ്സുക തട്ടങ്ങനത്തെ അങ്ങനെ ഓരോ പേഴ്സണൽ ആയിട്ടുള്ളങ്ങനത്തെ വൈയക്തികമായിട്ട് അങ്ങ് അഗത്യം ഉള്ളങ്ങനത്തെ ഉപദേശങ്ങ അങ്ങുള്ള സലഹങ്ങ കൊടുക്കണങ്ങനത്തെ ഒരു കാര്യമായിട്ടിക്കർ വിസ്ഡം ചൊല്ലത്. അപ്പൊ അങ്ങനത്തെ എത്രമാ വിസ്ഡം ഹിക്മത്തുങ്ങ ഒരിക്കലും മനുഷ്യക്ക് സ്വന്ത ബുദ്ധി കൊണ്ട് ചിന്തിച്ചെങ്കിൽ ചിലപ്പോൾ കിട്ടാത്തങ്ങനത്തെ പല വിസ്ഡമുങ്ങ പല ജ്ഞാനങ്ങ പല നിലക്കുള്ളങ്ങനത്തെ ഹിക്മത്തുങ്ങ നിറഞ്ഞങ്ങനത്തെ ഒരു ഖുർആനായിട്ടിക്കര്. ഹിക്മത്തുങ്ങ നിറഞ്ഞങ്ങനത്തെ ഹക്കീം, ഹക്കീം ചൊന്ന ഹിക്മത്ത് നിറഞ്ഞങ്ങനത്തെ ഖുർആൻ തന്നെയാണ് സത്യം എന്നൊരർത്ഥം മഹാന്മാർ ചൊന്നത്. പിന്നെ ചില ആൾമാർ ചൊന്നാർ ഹക്കീം ചൊന്നെങ്കിൽ ഹുക്കും ആക്കണങ്ങനത്തെ ജഡ്ജ്മെന്റ് ആക്കണങ്ങനത്തെ ഖുർആൻ തന്നെയാണ് സത്യം ചെന്നെങ്കിൽ ഇങ്ങ നോക്കുറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പണ്ട് കാലത്ത് നബി തങ്ങു ആ സമൂഹത്തിൽ വലിയൊരു അധികാരം ഒരു പവറുങ്ങ ഇല്ല അല്ലെ. സാധാരണ ഒരാള് ഒരു വിഷയത്തിൽ ജഡ്ജ്മെന്റ് ചൊല്ലുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ പ്രായത്തിലെ എന്തെങ്കിലും ഒരു തർക്ക ബന്ധുണ്ടെങ്കിൽ അതിലൊരു ജഡ്ജ്മെന്റ് ചൊല്ലൂ അധികാരമുള്ള കയറ്റിക്കിടാറ് ജഡ്ജ്മെന്റ് ചൊല്ലി.
അത് പിന്നെ വലിയ വലിയ ജഡ്ജ്മെന്റ് ആവുമ്പോൾ ഗവൺമെന്റ് രൂപത്തിൽ അധികാരമുള്ള കയറ്റിക്കോണം. അല്ലെ ചെറിയ തങ്ങളുടെ രായത്തിലുണ്ടായെങ്കിൽ ഒരു പഞ്ചായത്തിൽ അധികാരമാ അല്ലെങ്കിൽ രായത്തെ പള്ളിയുടെ ഒരു അധികാരമുള്ള കയറ്റിക്കിടാറ് സാധാരണ എന്തൊരു ചൊല്ലി ഒരു ജഡ്ജ്മെന്റ് ഒരു വിധി ആൽമാരെ മുന്നിൽ പ്രഖ്യാപിക്കട് ഒരു തീർപ്പ് പ്രഖ്യാപിക്കട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പണ്ടകാലത്തിൽ നബി തങ്ങ ഒരു അധികാരവുമില്ല, അല്ലെ നബി തങ്ങ സ്റ്റാർട്ടിങ്ങിൽ ഒരു അധികാരമാ ഒരു പവറാ ഒന്നുമില്ല. ആ പവർ ഒരു അധികാരവും ഇല്ലാത്ത ഒരു ടൈമിലാണ് നബി തങ്ങ തീർപ്പ് ചൊല്ല രൂപത്തിൽ ജഡ്ജ്മെന്റ് ചൊല്ല രൂപത്തിൽ ഖുർആൻ എടുത്ത വണ്ടി. അത് ആരും പരിഗണിക്കാണ്ട് ആര് എതിർത്തെങ്കും ആ വിഷയത്തിൽ നബി തങ്ങ ഒരു മുലാജുമില്ല. എന്തെല്ലാം തീർപ്പുകളാണ് നബി തങ്ങ ഓരോ വിഗ്രഹങ്ങൾ ഈ വിഗ്രഹങ്ങളൊന്നും നിങ്ങളെ ദേവരല്ല, ഇതെല്ലാം നിങ്ങൾ ഒടിക്കണു, ഇതെല്ലാം നിങ്ങളെ നാശത്ത് കാണു കുട്ടിയെ പോണ്ടേ എന്ന രൂപത്തിൽ പല രൂപത്തിലുള്ള തീർപ്പുകളായിട്ടാണ് ജഡ്ജ്മെന്റ് രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആന്റെ അങ്ങനെ മുന്നിൽ പ്രസന്റ് ആക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഹക്കീമായ ഖുർആൻ ചൊന്ന ഹുക്കുമാക്കടങ്ങനത്തെ ജഡ്ജാക്കടങ്ങനത്തെ ഖുർആൻ ആ ഖുർആൻ തന്നെയാണ് സത്യം. ഈ ഖുർആന്റെ ശരിക്കും ഓർത്ത പഠിച്ചിട്ട് അതിനെ ശരിക്കും അർത്ഥാക്കിയാണ് അവനുകു ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ മനസ്സിലാക്കുകയോടു ഇന്ന കലമിനൽ മുർസലീൻ നിങ്ങ റസൂലായിട്ട് ഇക്കറാറുണ്ട് മനസ്സിലാക്കാവുന്നുണ്ട്. അല്ലാഹു തആല ഈ സൂറത്ത് യാസീന്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലാഹു തആല പഠിപ്പാട്ടുണ്ടല്ല ഞങ്ങൾ കേട്ടതും ചൊന്നതുമെല്ലാം അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ലനാ വലക്കും ബിൽ ഖുർആനിൽ അളീം വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.